ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ 162ാമത്തെ സെഷനാണല്ലോ ഇത്. 6ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 2ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 3ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. വെച്ചാല് മുറിവേറ്റ അവസ്ഥയിലാണ് മണവാട്ടി, നമ്മുടെ ആത്മാവ്. ഒരു ദൈവദർശനം ഉണ്ടായി. ദേവി മണവാളൻ അവിടത്തേക്ക് വേണ്ടി ദാഹിച്ചന്വേഷിച്ച് മുറിവേറ്റ് കിട്ടാതെ പറ്റുന്ന അവസ്ഥയിൽ പക്ഷേ ദേവി മണവാളൻ വീണ്ടും തന്നെ വെളിപ്പെടുത്തുന്നില്ല. അപ്പം അതുവഴി നമ്മുടെ ആഗ്രഹം കൊണ്ട് കത്തി ജ്വലിച്ച് പാകമാകാൻ വേണ്ടി അവിടുന്ന് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ തീവ്രമായ സഹനത്തിൽ കൂടെ കടന്നു പോകുന്നു. അത് ഉപദേശം പറയുകയായിരുന്നല്ലോ. 3ാമത്തെ ഖണ്ഡിക. ഈ വിഷയത്തെ പറ്റി പ്രതിപാദിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് ഇമാതിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ആത്മാക്കൾക്ക് എല്ലാം അപജയത്തിലായി എന്ന ആശങ്കയുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ പദവിയിലെത്തി ആരെങ്കിലും അറിയുന്നെങ്കിൽ അവൾക്കത് വലിയൊരു ആശ്വാസമായിരിക്കുമല്ലോ എന്നെനിക്ക് തോന്നി. അപ്പൊ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് പറയണമോ എഴുതണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നതല്ല സ്വന്തം ചിന്തയിൽ. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അതിലേക്കാണ് നേരെ വരുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളൊരു ന്യായം മനസ്സിൽ കിട്ടുന്നത്, ഈ ഒരു അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ആത്മീയജീവിതത്തിൽ കടന്നു വന്ന് 6ാം സ്ഥാനത്തിൽ എത്തിയ വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള ക്ലേശങ്ങളെല്ലാം ഉണ്ടായി കഴിയുമ്പോഴേക്കും സംഗതി എല്ലാം കുഴപ്പമായി പോയി. ഇങ്ങനെ ഒന്നും ആത്മീയമായിട്ട് അന്വേഷിക്കാൻ ഇറങ്ങണ്ടായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, കുഴപ്പമാണ്, ശരിയാകുന്നില്ല, നല്ല തെറ്റാണ്, എന്തോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കലക്കങ്ങൾ വരുമ്പം അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു വ്യക്തത കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ. അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടും എന്നതുകൊണ്ട് ഇത് എഴുതാൻ തന്നെ എൻ്റെ ഉള്ളിൽ പ്രേരണ കിട്ടുകയാണ്. അതിൽ വലിയ ആശ്വാസമായിരിക്കുമല്ലോ എന്ന് എനിക്ക് തോന്നി. പ്രസ്തുത അനുഭവങ്ങൾ അവ സംഭവിക്കുന്ന ക്രമം അനുസരിച്ചല്ല എൻ്റെ ഓർമ്മയിൽ വരുന്ന പോലെ അത്ര ഞാൻ വിവരിക്കാൻ പോകുന്നത്. ഏറ്റവും താഴ്ന്നത് മുതൽ ആരംഭിക്കാം. അപ്പൊ ഈ ക്ലേശങ്ങളുടെ അനുഭവങ്ങൾ ആന്തരിക ബാഹ്യമുണ്ടെന്ന് പറഞ്ഞു ഒരുപാടുണ്ട്. അത് ഒന്ന് കഴിഞ്ഞ അടുത്തത് അങ്ങനെ ക്രമം ഒരുപക്ഷെ ഇല്ലായിരിക്കും. പലതും കയറി മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും പലതും ഒരുമിച്ചൊക്കെ വരാം. അതുകൊണ്ട് ക്രമം അനുസരിച്ചല്ല എഴുതാം. എൻ്റെ മനസ്സിൽ വരുന്നത് വെച്ച് എഴുതാം. ഏറ്റവും താഴ്ന്നത് പോലെ എഴുതാം എന്ന് പറഞ്ഞാൽ മദ്രസ ആരംഭിക്കുകയാണ്. ഈ ദൃശ്യ അനുഭവങ്ങൾക്ക് വിധേയരായ ആത്മാക്കളെ സംബന്ധിച്ച് പൊതുവെ പരിഹാസ സ്വരം ഉയർന്നു തുടങ്ങും. ഇതാണ് 1ാമത്തെ ബാഹ്യമായ ഞെരുക്കത്തിന്റെ ഒരു ഏറ്റവും താഴ്ന്ന ഞെരുക്കം എന്ന് പറയാണ്. പൊതുവെ പരിഹാസ സ്വരം അവരെ കുറിച്ച് പറയാനിട വരുന്നു. പരിചയമുള്ളവർ മാത്രമല്ല അപരിചിതരും അവരെ ഒരിക്കലും ഓർക്കാൻ ഇടയില്ലെന്ന് കരുതിയിരുന്നവർ പോലും അതിൽ പങ്കുകൊള്ളും. എന്നിട്ട് അവരെന്തൊക്കെയായിരിക്കും, അവരുടെ സംസാര രീതി ഏകദേശം ഇങ്ങനെയായിരിക്കും. മനസ്സിൽ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്, അവൾ വലിയ പുണ്യവാളത്ത് ചമയാൻ പോവുകയാണ്. എന്തൊരു പ്രാർത്ഥന, ഭക്തിയാ, പുണ്യവാളത്തി. അഥവാ ഇത്തരം അതിരുകടന്ന ഭക്തി പ്രകടനമൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും അല്ല. ഇങ്ങനെയുള്ള ഭക്തിയും പ്രാർത്ഥനയും പരവേശവും ഒന്നും ആൾക്കാരെ കണ്ണിപ്പൊടിയാ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള. മറ്റുള്ളവരെല്ലാം തീരെ മോശമെന്നായിരിക്കും ഇതിന്റെ എല്ലാം സാരം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നില്ല, എന്നും പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥനയും സമയം അങ്ങനെ ചെയ്യുന്നില്ലാത്തവരൊക്കെ മോശമാണെന്നാണോ അവൾ അല്ലെങ്കിൽ അവൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പ്രാർത്ഥനയായിട്ട് നടന്നെങ്കിലേ കാര്യം ശരിയാവുള്ളൂ എന്നാണോ? ഇതുമാതിരി പ്രദർശനം ഒന്നും കൂടാതെ എന്തുമാത്രം ആളുകൾ വാസ്തവത്തിൽ നല്ല ക്രിസ്ത്യനായിട്ട് ജീവിക്കുന്നുണ്ട്. ഇത്രയും പ്രാർത്ഥനയും അഭ്യാസവും കാര്യം ഒന്നും ഇല്ലാതെ തന്നെ മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് മനുഷ്യർക്ക് പറ്റും. എന്തൊരു നല്ല ക്രിസ്ത്യൻ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആൾക്കാരുടെ പരിഹാസത്തിന്റെ അതൃപ്തിയുടെ ഒക്കെ ഒരു സാമ്പിളായിട്ട് മദ്രസ പറയുന്നത്. കാര്യം വ്യക്തമാണല്ലോ. ഇവിടെ ബ്രാക്കറ്റിൽ മദ്രസ പറയുകയാണ്, എന്നാൽ അവിടെ യഥാർത്ഥത്തിൽ സ്വജീവിതാവസ്ഥയുടെ കടമകൾ നന്നായി അനുഷ്ഠിക്കാൻ ഉത്സാഹിക്കുന്നു എന്നതിൽ കവിഞ്ഞ് പ്രദർശനമൊന്നും നടത്തുന്നില്ലെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. പ്രദർശനമൊന്നും ഇല്ല. ഈശോ മലയുടെ പ്രസംഗത്തിൽ പറയുന്നത്, മത്തായി 6 നമ്മൾ വായിക്കുന്ന പോലെ, ഉപവാസം എടുക്കുമ്പോൾ മുഖം മ്ലാനമാക്കിയിട്ട് ആൾക്കാരുടെ മുന്നിൽ ഉപവസിക്കാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പെരുമാറുന്നു. ദാനധർമ്മം ചെയ്യുമ്പോൾ കാഹളമൂതി ആൾക്കാർ സത്യം ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഒച്ച വെച്ച് ഉറക്കെ ആളുടെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാൻ നോക്കുന്നു. അങ്ങനെയുള്ള പ്രദർശനപരത ആത്മീയതയില്ല. പ്രദർശനപരത ആത്മീയതയില്ല എന്ന് തന്നെ ഉറപ്പാക്കിയ അത് ഉറപ്പാണ്. അവിടെ അങ്ങനെ അവൾ പോകുന്നേ ഇല്ല. അവൾക്ക് അത്യാവശ്യമായിട്ട് അനുഭവപ്പെടുന്ന വലിയ ആത്മാവ് വ്യക്തി തനിക്ക് അത്യാവശ്യം പ്രാർത്ഥന ഇത്ര മണിക്കൂർ വേണം, ഇത്ര സമയം ചെലവഴിക്കണം, ഇന്ന രീതിയിൽ പെരുമാറണം, ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കണം, ഇതിന്റെ ബാഹ്യമായ കാര്യങ്ങളും അത്ര ആത്മീയമല്ലാത്ത കാര്യം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോകാനുള്ള നിർബന്ധം ഉള്ളിൽ വന്നിട്ട് അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ ആത്മീയ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. അതാരും കാണിക്കാൻ വേണ്ടി അല്ല. പക്ഷെ അത് നിരീക്ഷിക്കുന്ന ആൾക്കാരാണ് ഇതുപോലുള്ള പരിഹാസങ്ങളിലേക്ക് വരുന്നത്. അടുത്ത ഒരു സ്റ്റേജ് ഈ പരിഹാസത്തിന്റെ തന്നെ സ്നേഹിതരെന്ന് കരുതിയിരുന്നവർ അവളെ വിട്ടകലാൻ തുടങ്ങുകയായി.
ഏറ്റവും അടുത്ത് ബോധ്യപ്പെട്ട് കൂടെ നിന്നിരുന്ന ആൾക്കാർ പോലും ഇതെന്തൊരു പരിപാടിയാ, ഇതെന്തൊരു ആവശ്യമില്ലാത്ത പരിപാടി, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഒരു പ്രാർത്ഥനയുണ്ടോ, ഇങ്ങനെയുണ്ടോ, ഒരു ആത്മീയ ജീവിതമുണ്ടോ, ഇങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തായിരുന്നവർ പോലും വിട്ടകലാൻ തുടങ്ങി. അവരായിരിക്കും അവളെ സംബന്ധിച്ച് ഏറ്റവും അധികം ഒച്ചപ്പാട് ഉണ്ടാക്കുന്നതും നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കുന്നതും. കാരണം അവരടുത്ത് നിന്നവര് എന്തെങ്കിലും കമന്റ് പറഞ്ഞാൽ അത് വല്ലാണ്ട് ആൾക്കാരുടെ മുന്നിൽ സ്വീകാര്യം ആയെന്ന് വരും. അടുത്ത് ഇടപെട്ട ആൾക്കാരല്ലേ, ഇപ്പൊ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, അവൻ്റെ കൂടെ പോകുന്നില്ല, അവളുടെ കൂടെ പോകുന്നില്ല, അവളിപ്പോ ഇങ്ങനെ നടക്കുകയാണ് ഭ്രാന്ത് പിടിച്ച പോലെ, ഇത്ര ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് തിരിയുന്നില്ല, ആരും പറഞ്ഞാൽ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അടുത്ത് വിലപ്പെട്ട ആൾക്കാര് നല്ല വിവേകമുള്ളവരും ബുദ്ധിയുള്ളവരുമായിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ശരിക്കും എൻ്റെ റൂമിൽ വല്ലാത്ത വിലയുള്ളതായിട്ട് ഭവിക്കും, സ്വാധീനമുണ്ടാക്കും. അവരുടെ ഖേദം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്: അവൾക്ക് മാർഗഭ്രംശം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവൾ വ്യാമോഹത്തിൽ ഉൾപ്പെട്ടു പോയെന്നത് സ്പഷ്ടമല്ലേ. ഇതെല്ലാം പിശാചിന്റെ കളിയല്ലാതെ മറ്റെന്താണ്? ഇത്തരം കഥകൾ വേറെ എത്ര കേട്ടിരിക്കുന്നു. ഇതുപോലെ വഴിതെറ്റിപ്പോ എത്ര പേരെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അവിടെയുണ്ട്, മറ്റിടത്ത് ഇങ്ങനെയൊക്കെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. തന്നെത്താൻ നശിക്കുകയും നല്ല ആളുകളെ കൂടി പിഴപ്പിക്കുകയും ചെയ്തിട്ടുള്ള അത്തരക്കാരുടെ പിന്നാലെയാണ് ഈ ആളുടെയും പോക്ക്, ഇവരുടെയും പോക്ക്. കുമ്പസാരക്കാര് കൂടി ഇവരുടെ വഞ്ചന കുടുങ്ങിയിരിക്കുകയാണ്. ആ അച്ഛനും കൂടി അവൾ പറയുന്നതെല്ലാം കേട്ടത്തിന് വിശ്വസിച്ച കൂടെ നടക്കണം, എന്ത് കഷ്ടമായത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഉത്തരവാദിത്തപ്പെട്ടവരും സ്നേഹിതരുമായിരിക്കുന്ന വ്യക്തി ഉണ്ടാക്കാൻ പോകുന്നത്. കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ, ആവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രീതിയിൽ പോകും അവരുടെ വിമർശനങ്ങൾ. അവർ കുമ്പസാരക്കാരെ സമീപിച്ച് മാർഗഭ്രംശം നേരിട്ടുള്ള ദുഷ്ടാന്തങ്ങൾ വിവരിച്ച് കളിപ്പിക്കും. അടുത്ത ഒരു സ്റ്റേജ് ഇതാണ്, മൂന്നാമത്തെ ഒരു സ്റ്റേജ് ബാഹ്യമായ ക്ലേശത്തിന്റെ. ഇങ്ങനെ പറയുക മാത്രമല്ല, ഇവളെ സഹായിച്ചും മനസ്സിലാക്കി എന്ന പോലെ നയിച്ചും കൊണ്ട് പോകുന്ന വൈദികരോ മറ്റാൾക്കാരെ കൊണ്ട് അവരെ ചെന്ന് കണ്ട് അവരെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചിട്ട് മാർഗഭ്രംശം നേരിട്ടവരുടെ ദുഷ്ടാന്തങ്ങൾ വിവരിച്ച് കേൾപ്പിക്കും. ഈ അച്ഛനെ അവളെ അറിയാമല്ലോ, അവനെ അറിയാമല്ലോ, ആ വ്യക്തി അച്ഛൻ്റെ അടുത്തല്ലേ ശുശ്രൂഷയ്ക്ക് വരുന്നതല്ലേ, പ്രാർത്ഥിക്കാൻ സംസാരിക്കാൻ വരുന്നത്, ഈ പോക്ക് ശരിയല്ല അച്ഛാ, അത് ഇന്നാൾ മറ്റിടത്തൊക്കെ വരും, അതുപോലെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ മനസ്സിലാക്കൽ, ഈ ആത്മാവിനെ വ്യക്തിയെ മനസ്സിലാക്കി സഹായിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള ആത്മീയ അധികാരികളെ കൂടെ പറഞ്ഞു വഴി മാറ്റാൻ നോക്കും. മാർഗഭ്രംശം നേരിട്ടവരുടെ ദുഷ്ടാന്തങ്ങൾ വിവരിച്ച് കേൾപ്പിക്കുകയും തട്ടിപ്പിൽ ഉൾപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. ഈ ദൃശ്യ പരിഹാസങ്ങൾക്കും ദുഷ്പ്രവാദങ്ങൾക്കും കൈയും കണക്കുമില്ല. ഇത് ഒരുപാട് സംഭവിക്കും. ആരും മനസ്സിലാക്കുകയല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ ഒരു ആത്മീയ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തില് ഉള്ളിങ്ങോട്ട് ഉന്നം വെച്ച് ഉള്ളിങ്ങോട്ട് ചേർത്ത് തമ്പുരാൻ നയിക്കുന്ന വഴിയിലൂടെ പോകാൻ നോക്കുമ്പോഴത്തേക്കും ലോകത്തിൽ നിന്ന് ഒരുപാട് മാറ്റപ്പെട്ടു പോകുന്ന അനുഭവം. യോഹന്നാൻ 16 ഈശോ പറയുന്നില്ലേ, ലോകം നിങ്ങളെ ദ്വേഷിക്കും, നിങ്ങളെ മനസ്സിലാക്കുകയല്ല. തൻ്റെ സ്വന്തമായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിച്ചേനെ. പക്ഷെ നിങ്ങൾ ലോകത്തെ തിരഞ്ഞെടുത്തു, നിങ്ങളിപ്പോൾ എൻ്റെ സ്വന്തമായി കഴിയുമ്പോൾ ലോകത്തെ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റുകയില്ല. അവര് പച്ചവർഷത്തോട് ഇപ്രകാരം ചെയ്തെങ്കിൽ ഉണക്കവർത്തനം എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഈശോ പറയുന്ന ഭാഗം ഇവിടെ പ്രസക്തമാണ്. നമ്മൾ ലോകത്തിലുള്ള ഏതൊരു വ്യക്തിയും നമ്മളെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ആത്മീയ ജീവിതവും മതജീവിതവും പോകുന്നത് എങ്കിൽ അതിൻ്റെ ഒരു സൂചന നമ്മൾ വേണ്ടതുപോലെ തമ്പുരാന്റെ സ്വന്തമായിട്ട് ഇനി മാറിയിട്ടില്ല എന്നാണ്. ഇപ്പോഴും ലോകത്തിന്റെ സ്വന്തമായ രീതി നമ്മൾ ഒത്തിരി നീങ്ങുന്നുണ്ട്. അവിടെ ലോകത്തിൽ നമ്മൾ അകൽച്ചയില്ല, നമ്മളെ അവർക്ക് സ്വന്തമായിട്ട് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ലോകത്തിന്റെ ശൈലികൾ അവർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇതിലെ പല കാര്യങ്ങളും അവർക്ക് സ്വീകാര്യമാണ്, അവർക്ക് സമ്മതമുള്ള കാര്യമാണ്. അതൊരു വലിയ അപകടാവസ്ഥയാണ് ആത്മീയ ജീവിതത്തിൽ പോകുന്നൊരു വ്യക്തിക്ക്. ലോകം എന്നെ ദ്വേഷിച്ചുവെങ്കിൽ നിങ്ങളെ ദ്വേഷിക്കും എന്ന് ഈശോ പറയുന്നതായ ആ ഒരു മുന്നറിയിപ്പ് അവരുടെ ജീവിതത്തിൽ പ്രസക്തമല്ലതായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാസങ്ങൾക്കും ദുർബലം ഒരു കൈയും കണക്കും ഉണ്ടാവില്ല. ശരിക്കും ലോകത്തിന്റെ വഴിയിൽ നിന്നൊരു വ്യക്തി മാറി തമ്പുരാന്റെ വഴിയെ നീങ്ങുമ്പോൾ ഈശോയെക്കുറിച്ച് തന്നെ ആൾക്കാർ പറഞ്ഞില്ലേ, ഒരു സ്റ്റേജിൽ അവന് സമനില തെറ്റിയിരിക്കുകയാണ്, അവന് പിശാചി കയറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തക്കാർ തന്നെ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാനായിട്ട് പുറപ്പെട്ട് ചെല്ലുന്നതായിട്ട് നമ്മൾ അതിനകത്ത് വായിക്കുന്നുണ്ട്. അവരാരും ചിന്തിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, പരിചയപ്പെട്ടിരിക്കുന്ന രീതിയിലല്ല ഈശോ 30 വയസ്സുള്ളപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നു, പോകുന്നു. നിരന്തര പ്രാർത്ഥന, 40 ദിവസത്തെ പ്രാർത്ഥന മരുഭൂമിയില്, പിന്നെ വചനപ്രഘോഷണം, പ്രാർത്ഥനകള്, ശുശ്രൂഷകള്, ഇത് മട്ടുപിടിച്ച് തന്നെയാണ്. അങ്ങനെ ഈശോയ്ക്കെതിരെ ഒരു ആൾക്കാർ ഇറങ്ങി. അപ്പൊ അതാ ഈശോ പറയുന്നത്, എന്നോട് അവരങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളെ ദ്വേഷിക്കും. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളെ ആർക്കും ദ്വേഷിക്കാനേ തോന്നുന്നില്ല, എല്ലാവർക്കും നമ്മൾ സ്വീകാര്യനാണ് എങ്കിൽ അവിടെ ഇപ്പൊ ശങ്കിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന്
എല്ലാവരും നമ്മളെ വെറുക്കണമെന്നല്ല, ഉപദ്രവിക്കണമെന്നല്ല, വിമർശിച്ച് ഭയങ്കര ആത്മീയത ആകുള്ളൂ എന്നും അർത്ഥമില്ല. എങ്കിൽ പോലും എത്ര ഘട്ട രീതിയിൽ പോകുന്ന ആൾക്കാർക്ക് സ്വീകാര്യമായൊരു വ്യക്തിയാണ് ഞാനെങ്കിൽ എൻ്റെ ആത്മീയത അല്പം സംശയിക്കേണ്ടി വരും എന്നൊരു കാര്യം ഇവിടെയുണ്ട്. 4-ാമത്തെ ഖണ്ഡിക, ഒരു കുമ്പസാരനെ കിട്ടുകയില്ലെന്ന് ഭയപ്പെട്ടിരുന്ന ഒരാളെ എനിക്കറിയാം. അപ്പൊ കുമ്പസാരക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തികളെ പോലും പറഞ്ഞ് നമുക്കെതിരാക്കാനായിട്ട് അല്ലെങ്കിൽ എതിരാക്കാനായിട്ട് ആൾക്കാർ കൂടും. എന്നാൽ കുമ്പസാരക്കാരനെ പറ്റിയാണ് കിട്ടാതിരിക്കുന്ന അബോർഡ് ഇവിടെയുണ്ട്. ഇവിടെ പറയുകയാണ്. അത് ഒരാളെനിക്കറിയാം, സ്വന്തം അനുഭവം തന്നെയാണ് പറയുന്നത്. പ്രസാധകര് അടിയിൽ എഴുതുന്നുണ്ട്. സാഹചര്യങ്ങളുടെ ഗതി അപ്രകാരമായിരുന്നു. വിസ്താര ഭയത്താൽ അവയൊന്നും വിവരിക്കുന്നില്ല. പെട്ടെന്നെങ്ങും ഇതിന് അവസാനം ഉണ്ടാവുകയില്ലെന്നതാണ് അത്യന്തം ശോചനീയമായിരിക്കുന്നത്. ഇത് അടുത്ത കാര്യമാണ്. അപ്പൊ കുമ്പസാരക്കാരനെ കിട്ടാൻ തന്നെ ഇങ്ങനെ ആത്മീയ അനുഭവമുള്ള ഒരു വ്യക്തിക്ക് ആ കാര്യം തുറന്ന് പറഞ്ഞ് ഒരു ഉപദേശം തരാൻ പറ്റിയ ഒരു വൈദികരെ കുമ്പസാരക്കൂട് കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. ആരും മനസ്സിലാക്കുകയല്ല. ഇതേപ്പറ്റി വീണ്ടും ആന്തരിക ക്ലാശങ്ങളെ പറ്റി പറയുമ്പോൾ ഇതേപ്പറ്റി വീണ്ടും പറയുന്നുണ്ട്. അതൊരു കാര്യം. കിട്ടിയാൽ തന്നെ അവരെ കൂടെ പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോകാൻ ആൾക്കാർ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് കാര്യം. ഇനി അടുത്തൊരു പോയിന്റ് പറയുകയാണ്, പെട്ടെന്നെങ്ങും ഇതിന് അവസാനം ഉണ്ടാവുകയില്ല എന്നതാണ് അത്യന്തം ശോചനീയമായിരിക്കുന്നത്. ആയുഷ്കാലം മുഴുവനും തന്നെ ദീർഘിച്ചെന്നും വരാം. ഇങ്ങനത്തെ ഒരു ഒറ്റപ്പെടല്, ഒരു തിരസ്കരണം കുറെ നാൾ നീണ്ടു നിൽക്കും. ചിലപ്പോൾ ആയുഷ്കാലം മുഴുവൻ കണ്ടെന്ന് വരാം. ഇമാതിരി ആത്മാക്കളുമായി ഇടപെടുന്നതിന് വളരെ കരുതലുണ്ടായിരിക്കണമെന്ന് കുമ്പസാരക്കാർ പരസ്പരം ഉപദേശിച്ചു തുടങ്ങും. കുമ്പസാരക്ക് ഇനി ഒരച്ഛൻ്റെ അടുത്ത് പോയി പറ്റത്തില്ല, വേറെ അച്ഛനടുത്ത് പോയി അങ്ങനെ പോയി കുറെ കഴിയുമ്പോൾ അച്ഛന്മാർക്കിടയിൽ തന്നെ കുമ്പസാരക്കാർക്കിടയിൽ തന്നെ ഒരു സംസാരം ഉണ്ടാകാൻ തുടങ്ങും. ഇതേ ഒരു ആളവിടെയുണ്ട്, ഒരു പാർട്ടിക്ക് നടപ്പുണ്ട്, സൂക്ഷിക്കണം കേട്ടോ, ഏതാണ്ടെല്ലാം പട്ടുപിടിച്ച് നടക്കുന്നതാണ്, ഏതാണ്ടെല്ലാം ദർശനങ്ങളെന്ന് പറയുന്നുണ്ട്, അത് സൂക്ഷിക്കണം, വലിയ ശ്രദ്ധിക്കാൻ പോകണ്ട. ഇങ്ങനെയുള്ള ഒരു ധാരണ പോലും കുമ്പസാരക്കാർക്കിടെ ഉണ്ടാകാം എന്ന് മദ്രസ്യ സ്വന്തം അനുഭവത്തെ മദ്രസ്യ പറയുന്നതാണ്. വീണ്ടും അനുകൂലിച്ച് സംസാരിക്കുന്നവർ കാണുമെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പിന്നെ വേറെ വശം പറയാണ്, അനുകൂലിച്ച് സംസാരിക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അതൊരു ആശ്വാസം, കുറച്ച് നമ്മൾ മനസ്സിലാക്കുകയല്ലേ എന്നൊരു ചോദ്യം മദ്രസ്യ ഉന്നയിക്കുകയാണ്. പുത്രിമാരെ, ദുഷ്പ്രവാദ വ്യവസായികളുടെ സംഖ്യ തുലവും അധികമായിരിക്കുമ്പോൾ കേവലം ലഘുപക്ഷത്തെ ആര് വകവെക്കാനാണ്? ഭൂരിഭാഗം പേര് നിന്ദയും പരിഹാസവും വിമർശനമായിട്ട് നിൽക്കുമ്പോൾ ഏതാനും പേര് അനുകൂലിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും, പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അവരുടെ സ്വരം ആരും കേൾക്കുകയില്ല. അങ്ങനെയുള്ളവർ പലപ്പോഴും പറയുകയും കൂടി ഇല്ല. ഉള്ളതുകൊണ്ട് ചിന്തിക്കും നല്ല ഒരു ആള് തന്നെയാണ്, നല്ല പ്രാർത്ഥനയൊക്കെ തന്നെയാണെന്ന് ഉള്ളി ബോധ്യം കാണും പലർക്കും, കുറച്ചു പേർക്കെങ്കിലും. അതൊരു തുറന്ന് പറയുന്ന പോലും വരികയില്ല. ഇനി പറഞ്ഞാൽ തന്നെ അത് ഇത്രയും വലിയ ബഹളത്തിലൊന്നും ആവുകയില്ല, നമുക്ക് പറയുകയാണ്. മാത്രമല്ല, ഒരു സ്തുതിവചനം മേൽപ്പറഞ്ഞ ദോഷണങ്ങൾ എല്ലാറ്റേയും അവൾക്ക് വേദനാജനകമായിരിക്കും. അതിന് വേറെ വശമാണ്. ഈ വ്യക്തിയുടെ പ്രാർത്ഥനയെക്കുറിച്ചും അനുഭവത്തെക്കുറിച്ചും പോസിറ്റീവായിട്ട് ആരെങ്കിലും വന്ന് പ്രശംസിച്ച് പറയാൻ ഇടവന്നാൽ അതും ഈ ആത്മാവിന് വേറൊരു ഞടുക്കമാണ്, സഹിക്കാൻ പറ്റിയല്ല. എന്തുകൊണ്ടെന്നാൽ തന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണെന്നും ഒരു വിധത്തിൽ സ്വന്തമല്ലെന്ന് അവൾ വ്യക്തമായി കാണുന്നുണ്ട്. അപ്പൊ അവളുടെ ഇല്ലായ്മയാണ് അവൾ കാണുന്നത്. ഒരുപാട് കുറവും പോരായ്മയും ബലക്കുറവും മാത്രം തനിക്കുള്ളൂ. നമുക്ക് നല്ലപോലെ അറിയാം, ഈ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് ആ വ്യക്തിയുടെ എന്തെങ്കിലും നന്മ പറഞ്ഞ് പ്രശംസിക്കാൻ വരുമ്പോഴത്തേക്കും വല്ലാത്ത പരിഭ്രമമാണ്. ഗബ്രിയേൽ അഭിവാദനം പറഞ്ഞപ്പോൾ മേരി അസ്വസ്ഥചിത്തയായി. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അസ്വസ്ഥതയാണ് വന്നത്. ഇതുപോലെ അവള് തന്നെ പറ്റി തന്നെ ദാസിയായിട്ടാണ് കരുതുന്നത്, ഒന്നുമില്ലാത്തവളായിട്ടാണ് കരുതുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ മാലാഖ വന്ന് വലിയ കാര്യങ്ങൾ പറയുമ്പോൾ അവൾക്ക് ഞടുക്കമാണ്, അസ്വസ്ഥയാണ്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. യഥാർത്ഥ എളിമ, സ്വയം അവബോധം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിലൂടെയാണ് ഇങ്ങനത്തെ അനുഭവത്തിലും സ്ഥലത്തുകൂടെ കയറി വരാൻ പറ്റുള്ളൂ. സ്വയം അവബോധം, നമ്മുടെ നിസ്സാരത, ഇല്ലായ്മ, ദാരിദ്ര്യാവസ്ഥ, ബലക്കുറവ് നല്ലപോലെ അറിയുന്ന എളിമയുള്ള ഒരു വ്യക്തിയിലാണ് ദൈവം തന്നെ കൃപ കൊടുക്കുക, ഈ ഒരു അനുഭവം തരിക. അവിടെ അങ്ങനെയുള്ള പക്കൽ ആരെങ്കിലും വന്നിട്ട് അവരുടെ മിടുക്കും പുണ്യവും കഴിവും ഇതൊക്കെ പറഞ്ഞാൽ പോയാൽ അവർക്ക് ഞടുക്കവും പരിഭ്രാന്തിയും ഉണ്ടാവുള്ളൂ. കാരണം അത് അവർക്ക് ഇല്ലെന്ന് അവർക്കറിയാം, യഥാർത്ഥമായിട്ട് അറിയാം. അതാണ് എന്തുകൊണ്ടെന്നാൽ തന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദാനമാണെന്നും ഒരു വിധത്തിലും സ്വന്തമല്ലെന്ന് അവൾ വ്യക്തമായി കാണുന്നുണ്ട്. അത്യന്തം ഹീനയും ഗുരുതരമായ പാപങ്ങളിൽ ഒഴുകിക്കിടക്കുന്നവളുമായി അല്പം മുമ്പ് വരെയും അവൾ സ്വയം ദർശിച്ചിരുന്നതാണല്ലോ. തന്നിമിത്തം പ്രശംസകൾ വിശേഷ ആരംഭത്തിൽ ദുസ്സഹമായ യാതന തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. അവളുടെ പ്രശംസ കേൾക്കുന്ന ഒരു ആശ്വാസമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും വിശുദ്ധമായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.